ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 11 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. മഹാകവി ഇടശ്ശേരിയുടെ കാവ്യ ജീവിതവും വ്യക്തി ജീവിതവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന ഇടശ്ശേരി സ്മൃതി ശേഖരം നാടിന് സമർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ പൊന്നാനിയിലുള്ള ഇടശ്ശേരി ഈ ഒരു സാഹിത്യ മന്ദിരത്തിലാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ കാവ്യപരമായിട്ടുള്ള കാവ്യ ജീവിതവും അതേപോലെ വ്യക്തിപരമായിട്ടുള്ള ജീവിതവും ഒക്കെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സ്മൃതി ശേഖരം നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനായിട്ട് അനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡോക്ടർ ലീലാവതിയാണ്, ലീലാവതിയാണെന്നാണ് ഇത് നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, ഇടശ്ശേരി. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്, പൂർണ്ണനാമം എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നുള്ളതാണ്. അദ്ദേഹം ജനിച്ചത് എന്നാണ് 1906 അദ്ദേഹം ജനിച്ചത്. 1906 അദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അദ്ദേഹം അന്തരിച്ചത് എന്നാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1974 എന്നാണ്. 1974 അദ്ദേഹം അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എന്താണെന്ന് പറഞ്ഞു, 1906 ഇനി 1974 അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അതേപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അദ്ദേഹത്തിന് 1969 ഒരു പിടി നെല്ലിക്ക എന്നുള്ള രചനയിലൂടെയാണ് ലഭിച്ചത്. ഇനി 1969 തന്നെ അദ്ദേഹത്തിന് എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതേതാണ് കാവിലെ പാട്ട് എന്നുള്ള രചനയിലൂടെയാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള രചനയാണ് എന്താണ് ഭൂതപ്പാട്ട് എന്നുള്ളത്. നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ഇടശ്ശേരി സ്മൃതി ശേഖരമാണ്. അപ്പോൾ പൊന്നാനിയിലാണ് ഈ ഒരു സമർപ്പണം നടന്നിട്ടുള്ളത്. ഇനി നാടിന് വേണ്ടി സമർപ്പിച്ചത് ആരാണെന്ന് പറഞ്ഞു, ലീലാവതിയാണ് ഇത് സമർപ്പിച്ചത്. ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അടുത്തത് കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു സംവിധാനമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. വിനിമയ് എന്നുള്ള സംവിധാനമാണ്. എന്താണെന്ന് നോക്കാം. ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും അതേപോലെ കാര്യക്ഷമമാക്കുന്നതിനുമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റമാണ് എന്താണ് വിനിമയ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇത് നാടിന് വേണ്ടി സമർപ്പിച്ചത് അല്ലെങ്കിൽ അത് അനാച്ഛാദനം ചെയ്തതാരാണ്? അമിത്ഷായാണ് കേട്ടോ. അമിത്ഷായാണ് ഇത് നാടിന് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേന്ദ്രം കൊണ്ടുവന്നിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഒരു ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റമാണ് വിനിമയ് എന്നുള്ളത്. നമ്മുടെ തുറമുഖങ്ങളെയൊക്കെ നല്ല രീതിയിൽ ആധുനികവൽക്കരിക്കുന്നതിനും അതേപോലെ സുരക്ഷയും അതേപോലെ അന്താരാഷ്ട്ര കണക്ടിവിറ്റിയും ഒക്കെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സംവിധാനം ഏതാണ്? വിനിമയ് ആണെന്ന് പറഞ്ഞു. അത് അനാച്ഛാദനം ചെയ്തതാരാണ്? അമിത്ഷായാണ്. ഇനി നമ്മൾ നോക്കുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്. അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് നോക്കുന്നത്. ഏത് സംസ്ഥാനമാണെന്ന് ഓർത്ത് വെക്കുക. അസമാണ് കേട്ടോ. അസമാണ് ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനുമായിട്ട് സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലസ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ക്ലസ്റ്റർ മീറ്റിംഗ് എവിടെയാണ് നടന്നിരിക്കുന്നത്? ഗുവാഹത്തിയിലാണ്. എവിടെയാണ്? അസമിലെ ഗുവാഹത്തിയിൽ വെച്ചാണ് ഇത് നടന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും അതേപോലെ തന്നെ അസമും ചേർന്നുകൊണ്ടിട്ടാണ് ഈ ഒരു ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചത്. ഇന്ത്യയിലെ സുഗന്ധദ്രവ്യങ്ങൾ അതേപോലെ ആയുഷ് മേഖലയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനുമായിട്ട് സഹകരിച്ച് ഇന്ത്യയിലെ അസമാണ് ഇത്തരത്തിലൊരു ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചത്. എവിടെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഈ ഒരു ക്ലസ്റ്റർ മീറ്റിംഗ് ഗുവാഹത്തിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എവിടെയെന്നാണ്? ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക റീജിയണൽ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ലക്നൌവിലാണ്. എവിടെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ലക്നൌവിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥ ആരംഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യയുടെ ഈ ഒരു കാലാവസ്ഥാ മേഖലയിലുള്ള നിരീക്ഷണ മേഖലയിലുള്ള വികസനമാണ്. 2014 ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 17 ഡോപ്ലർ വെതർ റഡാറുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇവിടെ ജമ്മു കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങൾ ഒരു റഡാർ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ നിലവിൽ 50 റഡാറുകൾ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്. ഇനി ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യോഗി ആദിത്യനാഥ് ആണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ടാലന്റ് നൽകുന്ന ഒരു ബെസ്റ്റ് ഓഫറാണ്. ഇനി വരുന്ന LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ LP-UP അസിസ്റ്റന്റ് ട്രയൽ ഫെയർ റെഡിയാണ്. അപ്പോൾ ഈ ഒരു എക്സാം
എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മികച്ച രീതിയിൽ ഇതിലൂടെ പരിശീലിക്കാൻ സാധിക്കുന്നതാണ്. ന്യൂ SCERT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഈ ഒരു ബുക്ക് സ്വന്തമാക്കാനായി താഴെ തന്നിരിക്കുന്ന ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് വഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. LP UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കൂ, നല്ല രീതിയിൽ പരിശീലിക്കൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ശിവാജി പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇസ്രായേലിൽ എന്താണ് ശിവാജി പ്രതിമ എന്താണ് സ്ഥാപിക്കാൻ പോവുകയാണ്, സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായിട്ടുള്ള ഛത്രപതി ശിവജി മഹാരാജന്റെ പ്രതിമയാണ് സ്ഥാപിക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ആണ് ഇതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. എന്താണ് ഈ ഒരു ഛത്രപതി ശിവജിയുടെ പ്രതിമ ഇസ്രായേലിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ രൂപീകരിക്കുകയാണ്. ഇന്ത്യയിലെ ജൂത വിഭാഗമായിട്ടുള്ള ബെനെ, ഓർത്ത് വെക്കുക, ബെനെ ഇസ്രായേലികൾക്ക് എന്താ നമ്മുടെ ഈ ഒരു മറാത്ത സാമ്രാജ്യത്തോടുള്ള ആദരസൂചകമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഛത്രപതി ശിവജിയുടെ പട്ടാഭിഷേക ദിന ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 1674 ജൂൺ 6 അദ്ദേഹം എന്താണ് ഈ ഒരു സാമ്രാജ്യത്തിന്റെ രാജാവായിട്ട് പട്ടാഭിഷേകം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിന്റെ വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു പ്രഖ്യാപനം, അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രഖ്യാപനം വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എവിടെയാണ് ഈ ഒരു പ്രതിമ സ്ഥാപിക്കുന്നത്? ഇസ്രായേലിലാണ്. അപ്പോൾ ഈ ഒരു പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങി പദ്ധതി ഇടുന്നത് എന്നാണ് മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ആണ് ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നത്. ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് സോജില തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടി പുതിയ ഒരു തുരങ്കവും കൂടി വന്നിരിക്കുകയാണ്. നിരവധി പാലങ്ങളും തുരങ്കങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതൊക്കെ PSCക്ക് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ പുതിയ ഒരു കണ്ടന്റ് വന്നിരിക്കുകയാണ്. സോജില തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഓർത്ത് വെക്കുക. ജമ്മു കാശ്മീർ ടു ലഡാക്ക് ആണ്. ജമ്മു കാശ്മീർ ടു ലഡാക്ക് ആണ് ഈ ഒരു തുരങ്കം ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു തുരങ്കം ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ജമ്മു കാശ്മീർ ടു ലഡാക്ക് ആണ് ഈ ഒരു തുരങ്കം ബന്ധിപ്പിക്കുന്നത്. ഇനി ഈ ഒരു പ്രധാന തുരങ്കത്തിന്റെ നീളം എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. 13.15 കിലോമീറ്റർ ആണ് പ്രധാന തുരങ്കത്തിന്റെ നീളം വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോകത്ത് തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ തുരങ്കമാണ് ഇതെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. മാത്രമല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കവും ഏതാണ്? ഈ ഒരു സോജില തുരങ്കമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും നീളമേറിയിട്ടുള്ള എന്താണ് സിംഗിൾ ട്യൂബ് ബൈ ഡയറക്ഷണൽ തുരങ്കമാണിത്. അതേപോലെ തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ സിംഗിൾ ട്യൂബ് റോഡ് തുരങ്കവും ഏതാണ്? സോജില തുരങ്കമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെ ഇനി സർവീസ് റോഡുകളും അതേപോലെ പാലങ്ങളും ഒക്കെ വരുന്നതാണ്. അത് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് അതുകൂടി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു തുരങ്കത്തിന്റെ പ്രധാന തുരങ്കത്തിന്റെ നീളം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 13.15 കിലോമീറ്റർ ആണ് വരുന്നത്. ഇനി ഒരു തുരങ്ക നിർമ്മാണത്തിൽ ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് വെച്ചുകൊണ്ടാണ് ഹിമാലയത്തിന്റെ ചില ഭാഗങ്ങളിൽ ദുർബലമായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇതിന്റെ പാറ പൊട്ടിച്ചിട്ടുള്ള പ്രവർത്തനമൊക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ മെത്തേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഒരു പ്രയാസമേറിയ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, പാറ പൊട്ടിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത് ന്യൂ ഓസ്ട്രിയൻ ടണലിംഗ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് എന്താണ്? സോജില തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയെന്നാണ്. ജമ്മു കാശ്മീർ മുതൽ ലഡാക്ക് വരെയാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ആർട്ടിമിസ് 3 എന്നുള്ള ദൗത്യം. അപ്പോൾ നമ്മൾ 2 പഠിച്ചു കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും 3യുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, ആർട്ടിമിസ് 3 ദൗത്യത്തിനായുള്ള ബഹിരാകാശ യാത്രികരുടെ സംഘത്തെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 4 പേരാണ് ഈ ഒരു സംഘത്തിൽ ഉള്ളത്. ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വ്യക്തിയാണ് റാൻഡി ബ്രസ്നിക്. ആരാണ്? റാൻഡി ബ്രസ്നിക്. അദ്ദേഹം ആർട്ടിമിസ് 3യുടെ കമാൻഡർ ആണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ആർട്ടിമിസ് 3 കമാൻഡർ ആയിട്ട് വരുന്നത് ആരാണ്? റാൻഡി ബ്രസ്നിക് ആണ്. ഇനി അടുത്തൊരാണ് ലൂക്ക. ഓർത്ത് വെക്കുക, ലൂക്ക പെർമിറ്റാനോ. അദ്ദേഹം മിഷൻ പൈലറ്റ് ആണ് കേട്ടോ. മിഷൻ പൈലറ്റ് ആണ്. ആരാണ്? ലൂക്ക പെർമിറ്റാനോ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കേണൽ ഫ്രാങ്ക് റൂബിയോ. ആരാണ്? കേണൽ ഫ്രാങ്ക് റൂബിയോ എന്നാണ്. മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ആരാണ്? ഫ്രാങ്ക് റൂബിയോ. ഇനി ആൻഡ്രൂ ഡഗ്ലസ് എന്നാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ആരൊക്കെയാണ് മിഷൻ സ്പെഷ്യലിസ്റ്റ്? ഈ ഒരു ഫ്രാങ്ക് റൂബിയോയും അതേപോലെ ആൻഡ്രൂ ഡഗ്ലസും മിഷൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ റാൻഡി ബ്രസ്നിക് ആർട്ടിമിസ് 3 കമാൻഡർ ആണ്. ഇനി ലൂക്ക പെർമിറ്റാനോ മിഷൻ പൈലറ്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു.
ഇതിൽ ലൂക്ക പെർമിറ്റാനോ അദ്ദേഹത്തെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അദ്ദേഹം എന്താണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ സഞ്ചാരിയാണ്. എന്താണ്? യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ സഞ്ചാരിയാണ് അദ്ദേഹം. അതേപോലെ അദ്ദേഹം ആദ്യ ഇറ്റാലിയൻ സ്പേസ് സ്റ്റേഷൻ കമാൻഡർ ആണ്. ആദ്യത്തെ ഇറ്റാലിയൻ സ്പേസ് സ്റ്റേഷൻ കമാൻഡർ ആണ് ആരാണ്? ലൂക്ക എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അദ്ദേഹം എന്താണ്? ഇറ്റാലിയൻ എയർഫോഴ്സ് കമാൻഡർ ആണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം എന്താണ്? മിഷൻ പൈലറ്റ് ആയിട്ടാണ് ഈ ഒരു ദൗത്യത്തിൽ വഹിക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ്രൂസ് ഡഗ്ലസ്, അദ്ദേഹം എന്താണ്? ടെസ്റ്റ് എഞ്ചിനീയർ ആണ്. അതേപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് റിസർവ് കമാൻഡർ കൂടിയാണ് ആരാണ്? ആൻഡ്രൂസ് ഡഗ്ലസ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പേരാണ് എന്താണ്? ബോബ് ഹെയ്ൻസ്. എന്താണ്? ബോബ് ഹെയ്ൻസ്. അപ്പോൾ അദ്ദേഹവും ഈ ഒരു മിഷന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അദ്ദേഹം ബാക്കപ്പ് ക്രൂ അംഗമായിട്ടാണ് അദ്ദേഹത്തെ ഈ ഒരു ദൗത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ആർട്ടിമിസ് 2 എന്നുള്ള ദൗത്യം, അതിനെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 2026 ഏപ്രിലാണ് എന്താണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. 10 ദിവസത്തെ ഒരു ദൗത്യമായിട്ടാണ് എന്താണ് ആർട്ടിമിസ് 2 വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. മനുഷ്യരെയും കൊണ്ട് ഇതുവരെയും എത്താത്തത്രയും ദൂരത്തെ സഞ്ചരിച്ചുകൊണ്ട് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെത്തുകയും കൂടുതൽ ചിത്രങ്ങളൊക്കെ എന്താണ് എടുത്ത് ഭൂമിയിലേക്ക് അയക്കാനുമായിട്ട് എന്താണ് ഈ ഒരു ആർട്ടിമിസ് 2 സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ആർട്ടിമിസ് 2 എന്നുള്ള ദൗത്യത്തിന് എന്താണ് 1972 അപ്പോളോ 17 എന്നുള്ള ദൗത്യത്തിന് ശേഷം മനുഷ്യരെ എന്താണ് ഈ ഒരു ചന്ദ്രനിലേക്ക് കൊണ്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരു ദൗത്യമായിട്ട് മാറാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആർട്ടിമിസ് 3 എന്നുള്ള ഈ ഒരു ദൗത്യം എന്താണ്? ഒരിക്കലും ചന്ദ്രനിലെ മനുഷ്യരെ ഇറക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ടിട്ടുള്ള ഒരു ദൗത്യമല്ല. അപ്പോൾ ഭാവിയിൽ എന്താണ് ചന്ദ്രനിലെ മനുഷ്യരെ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ലാൻഡറുകളുടെ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു സാങ്കേതിക വിദ്യയൊക്കെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ഇനി ഭാവിയിൽ എന്താണ് ചന്ദ്രനിലെ മനുഷ്യരെ ഇറക്കുമ്പോഴുള്ള ലാൻഡറുകളുടെ ഡോക്കിംഗ് പരിശീലനം, സാങ്കേതിക വിദ്യയൊക്കെ പരിശീലിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിമിസ് 3 എന്നുള്ള ഈ ഒരു ദൗത്യം ലക്ഷ്യം വെക്കുന്നത്. ബഹിരാകാശ യാത്രികരെ ചന്ദ്രനിൽ എത്തിക്കുന്നതിന്റെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുള്ള ലൂണാർ ലാൻഡറുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജെഫ് ബെസോസിന്റെ ബ്ലൂ ഒറിജിൻ കമ്പനിയും അതേപോലെ തന്നെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്നുള്ള കമ്പനിയെയുമാണ് നാസ ആശ്രയിക്കുന്നത്. ഈ ഒരു ചന്ദ്രനിൽ മനുഷ്യരെ എത്തിക്കുന്ന ദൗത്യങ്ങൾ വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു വിക്ഷേപണത്തിന്റെയും അതേപോലെ തന്നെ ഈ ഒരു ലാൻഡറുകളെയും ഒക്കെ വഹിച്ചുകൊണ്ട് ഈ യാത്രികരെയും വഹിച്ചുകൊണ്ടുള്ള പരീക്ഷണ പറക്കലൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പരീക്ഷണമാണ് എന്താണ് ഈ ഒരു ആർട്ടിമിസ് 3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ്? ആർട്ടിമിസ് 3 എന്നുള്ള ഈ ഒരു ദൗത്യത്തിന്റെ ബഹിരാകാശ യാത്രികരുടെ സംഘത്തെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ ഇവരുടെ എല്ലാം പേര് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. സ്റ്റേറ്റ്മെന്റ് രീതിയിലും ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളതാണ്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് നമ്മുടെ പുതിയ ഒരു ലോഞ്ച് ആണ്. എന്താണ്? സ്റ്റഡി മേറ്റ്. അതായത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഒരുക്കിയിരിക്കുന്നതാണ് ഈ ഒരു സ്റ്റഡി മേറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബുക്ക്. ന്യൂ SCERT സിലബസ് പ്രകാരം തയ്യാറാക്കിയിട്ടുള്ള സ്കൂൾ ഗൈഡും അതേപോലെ ക്വസ്റ്റ്യൻ ബാങ്കും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റഡി മേറ്റ് ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോൾ വഴിയോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു സ്റ്റഡി മേറ്റ് സ്വന്തമാക്കുക. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ഇന്ത്യയുടെ ബഹിരാകാശ മനുഷ്യ ദൗത്യത്തിന് കരുത്തേകുന്ന തദ്ദേശീയമായി നിർമ്മിച്ച ബാഹുബലി എന്ന ഈ ഒരു കൂറ്റൻ LVM3 റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനായിട്ട് ISRO ഒരുങ്ങുകയാണ്. അപ്പോൾ എന്താണ് ഓർത്തു വെക്കുക? ഈ ഒരു LVM3 എന്നുള്ള റോക്കറ്റിന്റെ നിർമ്മാണവും വിക്ഷേപണവും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പോവുകയാണ്. ISRO കൈമാറാൻ പോവുകയാണ്. അപ്പോൾ ഇതിന്റെ പഴയ പേര് എന്താണെന്ന് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. GSLV Mark 3 എന്നുള്ളതായിരുന്നു ഇതിന് മുമ്പുണ്ടായിരുന്ന ആദ്യം നൽകിയിരുന്ന പേരെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അതായത് ഈ ഒരു LVM3യുടെ ഭാരം എത്രയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. 640 ടണ്ണാണ്. 640 ടണ്ണാണ് ഇതിന്റെ ഭാരം വരുന്നത്. ഇതിന്റെ ഉയരം വരുന്നത് 43.5 മീറ്റർ ആണ്. 5 മീറ്റർ ഉയരമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു റോക്കറ്റിന്റെ പവർ കൊണ്ടാണ്, സാങ്കേതികപരമായിട്ടുമുള്ള ഇതിന്റെ പവർ കൊണ്ടാണ് ഇതിനെ എന്താണ് ബാഹുബലി എന്ന് അറിയപ്പെടുന്നത്. ബാഹുബലി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? LVM3 എന്നുള്ള ഈ ഒരു റോക്കറ്റിന്റെ വിക്ഷേപണവും അതേപോലെ പരീക്ഷണവും ഒക്കെ നിർമ്മാണവും ഒക്കെ എന്താണ് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ വേണ്ടി ISRO ഒരുങ്ങുകയാണ്. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ജേതാവായത് ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. കിമി അന്റോനെല്ലി ആണ്. ആരാണ്? കിമി അന്റോനെല്ലി ആണെന്നാണ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീയിലാണ് അദ്ദേഹം ഫോർമുല 1 ജേതാവായി മാറിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്? ഇറ്റലിയാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇറ്റലിക്കാരനാണ് ആരാണ്? അന്റോനെല്ലി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഇതിലൂടെ മറ്റൊരു പ്രത്യേകത കൂടി അദ്ദേഹം
നേടിയിരിക്കുകയാണ്. അതായത് മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 എന്താണ് ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് ആരാണ്? കിമി അന്റോനെല്ലി. അപ്പോൾ ഈ ഒരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച കേരളത്തിലെ പ്രശസ്ത ENT വിദഗ്ധൻ ആരെന്നാണ് നോക്കുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. കെ ശശികുമാർ ആണ്. ആരാണ്? കെ ശശികുമാർ ആണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു. അദ്ദേഹം എന്താണ്? ഒരു ENT സ്പെഷ്യലിസ്റ്റ് ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. കേരളത്തിലെ പണ്ട് മുതലേ ഉണ്ടായിരുന്ന ഈ ഒരു ENT മേഖലയിലെ വികസനത്തിനൊക്കെ കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ആരാണ്? കെ ശശികുമാർ ആണ്. 2026 ജൂണിലാണ് അദ്ദേഹം അന്തരിച്ചത്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചു തീർക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം പരിശീലിക്കാനായിട്ട്, അതായത് നിങ്ങൾ പഠിക്കുന്ന ഭാഗങ്ങൾ SCRT പാഠഭാഗങ്ങൾ എത്രത്തോളം നിങ്ങൾ പഠിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക് ചാനലിൻ്റെ പുറത്തിറക്കിയിട്ടുണ്ട്. 4300-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസും അതേപോലെ തന്നെ സോഷ്യൽ സയൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്കിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് മുൻ വർഷങ്ങളിൽ PSC ചോദിച്ചിട്ടുള്ള SCRT പാഠഭാഗങ്ങൾ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സയൻസിനും സോഷ്യൽ സയൻസിനുമായിട്ട് ചാപ്റ്റർ വൈസ് അറേഞ്ച് ചെയ്തിട്ടുള്ള പരിശീലന ചോദ്യങ്ങളാണ് ഈ ഒരു ബുക്കിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങിക്കുക, നല്ല രീതിയിൽ പരിശീലിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. മഹാകവി ഇടശ്ശേരിയുടെ കാവ്യ ജീവിതവും അതേപോലെ വ്യക്തി ജീവിതവും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇടശ്ശേരി സ്മൃതി ശേഖരം നാടിന് സമർപ്പിച്ചു എന്നുള്ള കാര്യമാണ്. ഇത് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തതാരാണ്? M. ലീലാവതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സിസ്റ്റം ആയിരുന്നു, വിനിമയ് എന്നുള്ള സിസ്റ്റം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇന്ത്യയിലെ ലാൻഡ് പോർട്ട് പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കുന്നതിനും അതേപോലെ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു പോർട്ടലാണിത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ്? അസമാണ്. അസമും അതേപോലെ തന്നെ യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചിരിക്കുന്നത്. ഗുവാഹത്തിയിലാണ് ഈ ഒരു ബ്ലൂ വാലി ക്ലസ്റ്റർ ആരംഭിച്ചത് എന്നുള്ള കാര്യവും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? ലക്നൌവിലാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ 8ാമത്തെ പ്രാദേശിക കാലാവസ്ഥ കേന്ദ്രമാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഛത്രപതി ശിവാജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് മുംബൈയിലെ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറലാണ് ഇതിനു വേണ്ടിയിട്ട് പദ്ധതിയിടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സോജില തുരങ്കം. അപ്പോൾ സോജില തുരങ്കം, അടുത്തൊരു തുരങ്കം വരികയാണ്. സോജില തുരങ്കം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ മുതൽ ലഡാക്ക് വരെയാണ് ബന്ധിപ്പിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ആർട്ടിമിസ് 3 ദൗത്യത്തിനായുള്ള ബഹിരാകാശ യാത്രികരുടെ സംഘത്തെയാണ് നോക്കിയത്. അതിൽ 4 പേരാണ് വരുന്നത്. റാൻഡി ബ്രസ്നിക്, അതേപോലെ ലൂക്ക പെർമിറ്റാനോ, കേണൽ ഫ്രാങ്ക് റൂബിയോ, അതേപോലെ ആൻഡ്രൂ ഡഗ്ലസ് എന്നിവരാണ് ഈ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നത്. ശേഷം നമ്മൾ നോക്കിയത് നമ്മുടെ ബാഹുബലി എന്നറിയപ്പെടുന്ന ഒരു റോക്കറ്റ് LVM-3 എന്നുള്ള ഈ ഒരു റോക്കറ്റിന്റെ നിർമ്മാണവും അതേപോലെ വിക്ഷേപണവും ഒക്കെ സ്വകാര്യ മേഖലയ്ക്ക് ISRO കൈമാറാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്തത് 2026 മൊണാക്കോ ഗ്രാൻഡ് പ്രീ ഫോർമുല 1 ജേതാവായത് ആരെന്നാണ്? കിമി അന്റോനെല്ലിയാണ്. ഈ ഒരു മത്സരത്തിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരിക്കുകയാണ് ഇറ്റലിക്കാരനായിട്ടുള്ള കിമി അന്റോനെല്ലി. ശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു. 2026 ജൂണിൽ അന്തരിച്ച കേരളത്തിലെ പ്രശസ്ത ENT വിദഗ്ധൻ ആരെന്നാണ്? കെ ശശികുമാർ ആണ്. ഇനി നമ്മുടെ മുന്നിലുള്ള LGS എക്സാം എന്നുള്ള കടമ നിങ്ങൾക്ക് ഈസിയായി പഠിച്ചു തീർക്കുവാൻ വേണ്ടിയിട്ട് ഒരു വഴികാട്ടിയാണ് LGS PYQ ബുക്ക്, രാലാൻഡിന്റെ ഈ ഒരു ബുക്ക്. അപ്പോൾ 30 സെറ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. 3000 ക്വസ്റ്റ്യൻസ് PYQസും അതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് നല്ലതുപോലെ പഠിക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെ പഠിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിവിഷനും അതേപോലെ തന്നെ പരിശീലനവും PSC ചോദ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മുൻ വർഷങ്ങളിലെ ഈ ഒരു എക്സാം പേപ്പറുകൾ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC എന്നുള്ള ഈ ഒരു എക്സാം എഴുതുന്നതിൽ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PYQ ബുക്ക് ഉടൻ തന്നെ സ്വന്തമാക്കുക. നമുക്കറിയാവുന്നതാണ് രാലൻഡിന്റെ LDC ബുക്കൊക്കെ ഭയങ്കര സോൾഡ് ഔട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഗ്രി മെയിൻസിന്റെ ബുക്കും ഒക്കെ വളരെയധികം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ഔട്ട് ആകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു LGS PYQ സ്വന്തമാക്കുക. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരെന്നാണ്? ഓപ്ഷൻ A N പ്രശാന്ത്, ഓപ്ഷൻ B ദിവ്യ S അയ്യർ, ഓപ്ഷൻ C B അശോക്, ഓപ്ഷൻ D ജെറോമിക് ജോർജ്. അടുത്ത ചോദ്യം ഇതാണ്. സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്ക് ഒറ്റത്തവണയായി തിരിച്ചടക്കാൻ
മറികടക്കാൻ സഹായിക്കുന്നതിനായി 2026 ആരംഭിച്ച സംസ്ഥാന പദ്ധതി ഏതെന്നാണ്? ഓപ്ഷൻ എ ആശ്വാസ് 2026, ഓപ്ഷൻ ബി സമാശ്വാസ് 2026, ഓപ്ഷൻ സി വിശ്വാസ് 2026, ഓപ്ഷൻ ഡി കരുതൽ 2026. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ജൂണിൽ സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി ആരെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശാലീന VG നായർ ആണ് ശരിയുത്തരം. അടുത്ത ചോദ്യം ഇതായിരുന്നു. ഷിഗല്ല ബാധിച്ച് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നായിരുന്നു. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കോഴിക്കോടാണ് എന്താണ് ഷിഗല്ല ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ഇനി നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.